സക്സസ് ഈസ് നോട്ട് ഓൺലി ഡിറ്റർമൈൻഡ് ബൈ മണി. വിജയം എന്ന് പറയുന്നത് പണം കൊണ്ട് മാത്രം അളക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പലരും ചിന്തിക്കുന്നത് അവന് വലിയ വീടുണ്ട്, വലിയ ലക്ഷറി കാറുണ്ട്, അവന് ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്നുണ്ട്, അവൻ ഭയങ്കര സക്സസ്ഫുൾ ആണ്. ആളുകൾ നോക്കുമ്പോൾ എന്താണ്, പൈസ ഉണ്ടെങ്കിൽ അതാണ് സക്സസ്. ആക്ച്വലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പൈസ ഉണ്ടാകുന്നത് മാത്രമാണോ ഒരു മനുഷ്യന്റെ സക്സസ് എന്ന് പറയുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാളായിരുന്നത് കൊണ്ടല്ല ലോകം ഇന്നും അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇന്നും ഹൃദയത്തിൽ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത് അദ്ദേഹം ഭയങ്കര ധനികനായിരുന്നത് കൊണ്ടല്ല. ടീച്ചർമാ, നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഡോക്ടർ APJ അബ്ദുൽ കലാം സാറിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരം എന്ന് പറയുന്ന ചെറിയ ഗ്രാമത്തില് ജനിച്ചു വളർന്ന അദ്ദേഹം വീട്ടിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമൊന്നും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെ ഒരിക്കലും തളർത്തിയില്ല. അദ്ദേഹം അതിരാവിലെ എഴുന്നേറ്റ് വീടുകളിൽ പത്രം വിതരണം ചെയ്തിട്ടാണ് അദ്ദേഹം സ്കൂളിലേക്ക് പോയിരുന്നത്. അങ്ങനെ പഠിച്ച് അദ്ദേഹം ഒരു സയന്റിസ്റ്റായി ഇന്ത്യൻ ബഹിരാകാശ രംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകി. പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റായി മാറി. നമുക്കറിയാം, വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ച ആദരണീയനായ, ലോകം ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു വിദ്യാർത്ഥി ചോദിക്കുകയുണ്ടായി, സർ, താങ്കളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എന്നെ കാണുമ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് ചിന്തിക്കുന്ന കുട്ടികളാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ APJ അബ്ദുൽ കലാം കുട്ടികളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന മനുഷ്യൻ. കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പണം നമ്മുടെ ജീവിതത്തെ സൗകര്യപ്രദമാക്കും, എന്നാൽ നമ്മുടെ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങളാണ് നമ്മളെ അനശ്വരനാക്കുന്നത്. നിങ്ങൾ എത്ര ധനം സമ്പാദിച്ചു എന്നുള്ളത് എക്കാലവും ആൾക്കാർ ഓർത്തിരിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ എത്ര ജീവിതങ്ങളെ സ്പർശിച്ചു എന്നുള്ളത് എന്നും മനുഷ്യരുടെ മനസ്സിൽ മായാതെ നിൽക്കുക തന്നെ ചെയ്യും. മക്കളെ, നിങ്ങൾ എത്ര പണം വേണമെങ്കിലും സമ്പാദിക്കുക, നിങ്ങൾ ലക്ഷറി കാർ വാങ്ങിക്കുക, ലക്ഷറി വീട് വാങ്ങിക്കുക, ഇന്റർനാഷണൽ ട്രിപ്പ്, എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ ഒരുപാട് ധനം സമ്പാദിക്കുക എന്ന് പറയുന്നത് തെറ്റൊന്നുമല്ല, അത് വളരെ നല്ല കാര്യമാണ്. ഞാൻ പറയുന്നത്, നമ്മൾ ധനം സമ്പാദിക്കുന്നതിനൊപ്പം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ മറ്റു ജീവിതങ്ങളെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുകൂടെ നോക്കാം. ഇപ്പോൾ ടീച്ചർമ്മയുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിയത്. വീട്ടിലെന്നും പ്രശ്നവും ദുരിതവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമായി കഴിഞ്ഞിരുന്ന മനുഷ്യര് സന്തോഷത്തോടെ ആനന്ദ കണ്ണുനീരണിഞ്ഞ് നമ്മളോട് പറയാറുണ്ട്, ടീച്ചർമ്മ, ഇന്നെൻ്റെ വീട് സ്വർഗമായി എന്ന്. അത്രയും സന്തോഷം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ യെസ്, യു ആർ സക്സസ്ഫുൾ. നിങ്ങളൊരു നല്ല ഡോക്ടറാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആണ്. നിങ്ങളൊരു നല്ല പേരന്റ് ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആണ്. നമ്മുടെ സക്സസ് തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ ഏറ്റവും ദ ബെസ്റ്റ് ആണോ, നിങ്ങൾ നല്ല മൂല്യമാണോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. മക്കളെ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതെന്തോ അതാണ് നിങ്ങളുടെ സ്വപ്നം. വലിയ സ്വപ്നങ്ങൾ കാണുക, അതായത് ചില കാര്യങ്ങൾ നമ്മളെ ഉറങ്ങാൻ അനുവദിക്കണം. നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യണം, മുന്നോട്ട് പോകണം, അങ്ങനെ ഒരു ത്വര ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആര് തളർത്താൻ നോക്കിയാലും നിങ്ങൾ തളരരുത്. നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ നിങ്ങളെ കല്ലെറിയാനും കൂകി വിളിക്കാനും നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനും തളർത്താനും ഒക്കെ പലരും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പലരും പലതും പറയും. നമ്മളുടെ ശ്രദ്ധ അതിലേക്കൊന്നും കൊടുക്കരുത്. നിങ്ങളുടെ ശ്രദ്ധ ആ വലിയ സ്വപ്നങ്ങളിലേക്കായിരിക്കണം.
മക്കളെ, നമ്മൾ ജെനുവിനായിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ആണെങ്കിൽ നമ്മുടെ തല ഒരു മനുഷ്യന്റെ മുമ്പിലും തല കുമ്പിടാൻ പോവരുത്. നമ്മുടെ തല ഉയർത്തിപ്പിടിച്ച് അതിശക്തമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക തന്നെ വേണം. യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് പണമല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിലുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്വാധീനമാണ്. മക്കളെ, ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് തരുന്ന ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബുക്കിൽ എഴുതുക നിങ്ങൾ പണം സമ്പാദിക്കാനായിട്ട് എന്താണ് ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത് എഴുതേണ്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്, നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് മൂല്യമാണ് സൃഷ്ടിക്കുന്നത്. നിങ്ങൾ എഴുതി നോക്കൂ, അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. അപ്പം ആസ് എ ലൈഫ് കോച്ച് ടീച്ചർമ്മ ചെയ്യുന്നത് എന്താ, മറ്റുള്ളവരുടെ ലൈഫ് പോസിറ്റീവാക്കി ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ലക്ഷങ്ങളുടെ ലൈഫ് മാറുമ്പോൾ ആ അനുഗ്രഹമെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലരും ചോദിക്കാറുണ്ട്, ടീച്ചർമ്മയുടെ ലൈഫിൽ എങ്ങനെയാ മിറാക്കിൾസ് സംഭവിക്കുന്നത്. മക്കളെ, മിറാക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ, അത്ഭുതം. അത്ഭുതത്തെക്കാട്ടി വലിയ വാക്കാണ് മിറാക്കിൾ എന്ന് പറയുന്നത്. ആ മിറാക്കിൾ സംഭവിക്കും നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവൃത്തി. കുറേ പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല ആളുകളുമായിട്ട് സഹകരിക്കുക, നല്ല നമ്മളെ ലൈഫിൽ വളരാൻ സഹായിക്കുന്ന, വിജയിക്കാൻ സഹായിക്കുന്ന നല്ല മനുഷ്യരായിട്ട് സഹകരിക്കുക. അതുപോലെ തന്നെ മക്കളെ, ഗ്രാറ്റിറ്റ്യൂഡ് വാക്കൊക്കെ ചെയ്യുന്നുണ്ടോ, നന്ദി പറയുന്നുണ്ടോ, അതോ ദൈവത്തെ മറന്നോ? ദൈവത്തെ മറന്ന് ജീവിക്കല്ലേ. ദൈവത്തെ മറന്ന് നമ്മൾ ജീവിച്ചാൽ അതിനൊക്കെ നമുക്ക് പിന്നീട് തിരിച്ചടി കിട്ടും കേട്ടോ. എപ്പോഴും സത്യസന്ധരായിരിക്കുക, നന്മയിൽ ജീവിക്കുക. ടീച്ചർമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ സക്സസിൻ്റെ സീക്രട്ട് എന്ന് പറയുന്ന പ്യൂരിറ്റി ഓഫ് മൈൻഡ്, മനസ്സിൻ്റെ ശുദ്ധത. മനസ്സിനകത്ത് കള്ളവും കാപട്യവും ചതിയും വഞ്ചനയും ദുഷിപ്പും ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെയാണ് കൂടുതൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മക്കളും അതുപോലെ വളരണം എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഡെയിലി നിങ്ങൾക്ക് വീഡിയോയിലും ടീച്ചർ മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാ ദിവസവും വീഡിയോ മുടങ്ങാതെ കാണുക. രാവിലെ ഒരു ചൂട് കോഫിയായിട്ട് അല്ലെങ്കിൽ ഒരു ചായയായിട്ടൊക്കെ വന്നിരുന്ന് ക്ലാസ് കണ്ട് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ല എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോവുക. ടീച്ചർമാരുടെ അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ലവ് യു.